ചേട്ടാ, ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ എവിടെയാണ്? കാര്യം മാധ്യമങ്ങളിലൊന്നും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പേരേ കാണാനില്ല. ശരിക്കും ഇപ്പൊ എവിടെയായിരിക്കും? രാഹുൽ മാങ്കൂട്ടത്തിലെ മാധ്യമങ്ങൾ വലിച്ചു കയറണം എന്നാണോ? അല്ല, ഒരു കാലത്ത് അങ്ങനെയായിരുന്നല്ലോ. അപ്പൊ ആ വലിച്ചു കീറൽ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി ഒരു വർഷത്തേക്ക് വേറെ വാർത്തകളൊന്നും മാധ്യമങ്ങൾക്ക് വേണ്ട എന്ന രീതിയിലുള്ള വലിച്ചു കീറലായിരുന്നു. അതിനൊരു കാര്യം മനസ്സിലായില്ലേ, ഇത് ഈ മാധ്യമങ്ങൾ കാണിക്കുന്ന വൃത്തികെട്ട നയത്തിന്റെ ഭാഗമാണ്. ഞാൻ അങ്ങനെ തന്നെ പറയും. കാരണം ഒരു മനുഷ്യനോട് ഒരിക്കലും ഒരു മാധ്യമങ്ങളും പ്രവർത്തകരും ചെയ്യാൻ പാടില്ലാത്തതിൻ്റെ അങ്ങേയറ്റമാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് കാണിച്ചിട്ടുള്ളത്. അത് ഇപ്പം ജനങ്ങൾക്ക് ബോധ്യപ്പെടാനുള്ള ഒരു അവസരമാണ്. ഞാനെപ്പോഴും എൻ്റെ പ്രേക്ഷകരോട് പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പറയുകയാണ്, അതായത് മാധ്യമങ്ങൾ എത്രത്തോളം നീതിരഹിതമായാണ്, യുക്തിരഹിതമായാണ്, വൃത്തികെട്ട രീതിയിലാണ് ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നതിൻ്റെ ഉദാഹരണം എത്രത്തോളമാണ് എന്നതൊക്കെ ഒരു പഠന വിഷയമായിട്ട് നമ്മളെടുത്ത് നമ്മുടെ പ്രേക്ഷകർ കാണണം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെ മുൻനിർത്തി നമ്മുടെ നാട്ടിലെ വാർത്താ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ചാനലുകൾ, അതും ഒന്നോ രണ്ടോ ചാനലുകൾ പ്രത്യേകിച്ച്, ഇവരുടെ അജണ്ട എന്താണെന്ന് ജനങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു അവസരമായി ഈ സമയത്ത് നമ്മൾ ഉപയോഗിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യം പഞ്ചന ചോദിച്ചല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്ന്. രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയായ നിങ്ങൾക്കെന്താ? അയാൾ നിങ്ങൾ എന്തെങ്കിലും ഉപദ്രവിച്ചോ? നിങ്ങളല്ലോ മെസ്സേജ് അയച്ചു? ഇല്ലല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? അയാൾ ഇതിലേലും പോട്ടെ. അദ്ദേഹം MLA ആണ്. കേരളത്തിൽ 140 MLA മാരുണ്ട്. ഈ MLA മുഴുവൻ എവിടെയാണെന്ന് അഞ്ചന അന്വേഷിക്കാറുണ്ടോ? ഇല്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താ പ്രത്യേകത? ആ പ്രത്യേകത എന്ന് പറയുന്നത് ഇയാളൊരു പ്രശ്നക്കാരനാണ് എന്നൊരു ഇമേജ് ഇവിടെ ചാനലുകൾ എല്ലാവരും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാളെ പിന്തുടർന്ന് അന്വേഷിക്കേണ്ട ഒരു വ്യക്തിയാണ്. പിന്തുടർന്ന് എല്ലാവരും അദ്ദേഹത്തിൻ്റെ സ്വകാര്യത തകർത്ത് അദ്ദേഹം ഒരു ഗ്യാപ്പ് കിട്ടിയാൽ വേറെന്തെങ്കിലും പണി ഒപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ നമുക്കൊക്കെ ഉത്തരവാദിത്വം ഉണ്ട് എന്ന മട്ടിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ ഒരു കെട്ടുകഥ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. ശരിക്കും മാധ്യമങ്ങൾ ഒരു ഗ്യാപ്പ് എടുത്ത അടുത്ത കേസായിട്ട് പുറത്തു വരുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു നിലവിൽ. കാര്യം ഇപ്പം റിപ്പോർട്ടർ അങ്ങനെ ഒരു വാർത്ത വിട്ടു, കുറച്ച് കഴിയുമ്പോൾ കാണാൻ ന്യൂസ് 24/7 മലയാളം വേറൊരു വാർത്ത കൊണ്ടുവരുന്നു. അങ്ങനെ സമയം ഇനിയിപ്പോൾ അടുത്ത വാർത്ത പ്രതീക്ഷിച്ചിരിക്കുകയാണ് ചിലർ. അല്ല, ഇത് ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ അജണ്ട വ്യക്തമായി മനസ്സിലാക്കാൻ ജനങ്ങൾ ഇപ്പോഴത്തെ അവസരം വിനിയോഗിക്കണം. ഈ മാധ്യമങ്ങളുടെ നിശബ്ദമായ ഈ സാഹചര്യം വിലയിരുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 2 മാസം മുമ്പ് അല്ലെങ്കിൽ 3 മാസം മുമ്പ് റിപ്പോർട്ടർ ചാനലൊരു ഓഡിയോ എയർ ചെയ്യുകയാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദമാണെന്ന് അവർ സ്ഥിരീകരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ആളുകൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിക്കുകയാണ്, ഈ ഓഡിയോ നിങ്ങളുടെ തന്നെയാണോ? അതാണ് അതിലെ ഏറ്റവും വലിയ മണ്ടത്തരം. ഇത് മാധ്യമ പ്രവർത്തനത്തിൽ ഒരിക്കലും പാടില്ലാത്ത ഒരു കാര്യമാണ്. അതായത് വായിൽ തോന്നി വിളിച്ചു പറഞ്ഞിട്ട് ഇതൊക്കെ സത്യമാണെന്ന് ആദ്യം ചാനലുകൾ പറയുന്നു, എന്നിട്ട് സത്യമാണോ എന്ന് അയാളോട് പോയി ചോദിക്കുന്നു. എന്ത് മര്യാദയാണത്? അത് മാധ്യമ പാഠങ്ങളുടെ അപനിർമ്മിതിയാണ്, മാധ്യമ വിചാരണയാണല്ലോ. അത് അങ്ങനെ ചെയ്യാൻ പാടില്ല. അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ അവരതിൽ ഉറച്ചു നിൽക്കണം, പിന്നെ അയാളോട് പോയി ചോദിക്കാൻ പാടില്ല. ഇത് അവിടെ തൊട്ട് ഇങ്ങോട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ചാനലുകൾ ചെയ്തത് അത്രയും പോക്രിത്തരമാണ്. ഒരു മനുഷ്യനോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇത്. രാഹുൽ മാങ്കൂട്ടത്തിനോട് മാത്രമല്ല, ഇപ്പം ദിലീപിൻ്റെ കാര്യത്തിൽ നോക്കുക. ദിലീപിൻ്റെ കാര്യത്തിൽ നിയമപരമായി ദിലീപ് കുറ്റവിമുക്തനാണ്. എന്നിട്ടും അയാൾ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞ് അദ്ദേഹം കുറ്റം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ കോടതിയാണ് തീരുമാനിക്കുന്നത്. ഇനിയും ഹയർ കോർട്ടിൽ അപ്പീലൊക്കെ പോകാനുണ്ട്. പക്ഷെ അതിനു മുമ്പ് തന്നെ മാധ്യമങ്ങളൊരു ഏകപക്ഷീയമായ പ്രവർത്തനമാണ് നടത്തുന്നത്. അദ്ദേഹം കുറ്റം ചെയ്തു എന്ന മട്ടിൽ അങ്ങ് അടിച്ചേൽപ്പിക്കുകയാണ്. ഇതേ മാധ്യമങ്ങൾ ഇതുപോലെ ആക്ഷേപിച്ച എത്രയോ പേർ പിന്നീട് കുറ്റവിമുക്തരായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് വന്ന വാർത്ത, നമ്മുടെ ഷൈൻ ടോം ചാക്കോ. ഒരു കാലത്ത് മാധ്യമങ്ങൾ എന്തൊക്കെ കഥയാണ് അടിച്ചുവിട്ടിരുന്നത്. ഷൈൻ നിരോധിത ലഹരി ഉപയോഗിച്ചു, അതെടുത്ത് കഴിച്ചു, ഇതെടുത്ത് കഴിച്ചു. എന്നിട്ട് ആ കേസിൽ ഫോറൻസിക് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഷൈൻ ഇത് ഉപയോഗിച്ചു എന്നതിന് തെളിവില്ല എന്നാണ്. അപ്പം അന്ന് ഷൈനെ വേട്ടയാടിയ മാധ്യമങ്ങൾ ഇന്ന് മാപ്പ് പറയൂ. അന്ന് പടച്ചുവിട്ട വാർത്തകൾക്ക് എന്താണ് ഇവർക്ക് കൊടുക്കാനുള്ള മറുപടി? ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ നോക്കുക. രാഹുൽ മാങ്കൂട്ടത്തിൽ സെക്ഷൽ പ്രിഡേറ്ററാണ് എന്നാണ് രാവിലെ ചായ കാപ്പി എന്ന് പറഞ്ഞൊരുത്തം വരും ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവ സ്ഥിരം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. എന്നിട്ട് ഇത് കോടതിയിലെത്തിയപ്പോൾ എന്തായി? കോടതിയിലെത്തിയപ്പോൾ കോടതി പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യരുത്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാദങ്ങൾ കേൾക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥ ബഹുമാനപ്പെട്ട കോടതിക്ക്, നമ്മുടെ ജുഡീഷ്യൽ സമ്പ്രദായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോടതിക്ക് അത് കേൾക്കാനും വിലയിരുത്താനും അതിൽ വിധി പറയാനും സാവകാശം വേണം. അതിൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഗ്രഹിക്കാനുണ്ട് എന്ന് കോടതി പറയാം. പക്ഷെ രാവിലെ ഈ ചായ കാപ്പി എന്ന് പറഞ്ഞിട്ട് വിധി പറയാൻ വരുന്നൊരു ജഡ്ജിയുണ്ട്. ഈ ജഡ്ജിക്ക് ഇത് പോരാ. അത് അയാൾക്ക് ഈ വ്യക്തികളെ മുഴുവൻ അങ്ങോട്ട് ഹത്യ ചെയ്യണം. അന്ന് പറഞ്ഞാൽ ഇയാൾ ആരാണ്? ജേർണലിസം പഠിച്ചു, എന്തോ
മറ്റു ചില ഡിഗ്രികളുണ്ട്, ഒരു വാർത്താ സ്ഥാപനത്തിലെ അവതാരകൻ എന്നതിൻ്റെ അപ്പുറം ഇയാളാരാ? ഈ കേരളത്തിൽ നടക്കുന്ന ഇത്തരം ജുഡീഷ്യറിയുടെ പരിധിയിൽ നിൽക്കുന്ന കാര്യങ്ങളിൽ നേരത്തെ കണ്ട് വിധി പറയാനായിട്ട് ഇവരൊക്കെ ആരാണ്? ഈ ചോദ്യം ജനങ്ങൾ ചോദിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസന്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ശ്രീനിവാസൻ മരിച്ചു. ആ സമയത്ത് ഇതേ ടീം ഇരുന്നിട്ട് കമന്ററി പറയാണ്, ദാ ഇന്ന ആളുകൾ വരുന്നു, അന്ന ആളുകൾ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോരികയാണ്, അങ്ങോട്ട്. എന്തിനാണ് ഇതിന്റെ ആവശ്യം? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മരണവീടാണ്. ശ്രീനിവാസൻ എന്ന മഹാനായ കലാകാരന്റെ വിയോഗം നമുക്കുണ്ടാക്കിയ മുറിവുകൾ, വേദനകൾ, നൊമ്പരങ്ങൾ അത് തീർത്താൽ തീരാത്തതാണ്. മലയാള സിനിമാ മേഖലയ്ക്ക് മാത്രമല്ല, ഒരു സിനിമാ ആസ്വാദകൻ എന്ന നിലയിൽ നമ്മളിൽ ഓരോരുത്തർക്കും അതൊരു വലിയ വേദനയാണ്. അയ്യോ, ശ്രീനിവാസൻ പലപ്പോഴും നമ്മൾ ആലോചിക്കും, അദ്ദേഹത്തിൻ്റെ എത്രയോ സിനിമകൾ കണ്ട് ചിരിച്ചൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തിന് എത്രയോ സിനിമാ സീനുകളിൽ നിന്ന് കാണുന്നതാണ് നമ്മൾ. അപ്പോൾ അതുപോലെ അത്രയും സംഭാവനകൾ നൽകിയ, സിനിമാ മേഖലയ്ക്ക് നൽകിയ ഒരാളാണ്. അദ്ദേഹം മരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ മക്കൾ. അപ്പം നമുക്ക് ശ്രീനിവാസൻ മരിച്ചപ്പോൾ ഇത്ര വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് എത്ര വിഷമം ഉണ്ടാവും? അങ്ങനെ ഒരു വല്ലാത്ത ട്രോമയിൽ തകർന്നിരിക്കുകയാണ് ധ്യാൻ ശ്രീനിവാസൻ. ആ ധ്യാൻ ശ്രീനിവാസൻ മുഖ്യമന്ത്രിയെ ബഹുമാനിച്ചില്ല എന്ന മട്ടിലുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടത് ഈ ചാനലുകാരാണെന്നേ. അത് ആരും പറഞ്ഞിട്ടില്ല. ധ്യാൻ ശ്രീനിവാസന്റെ അരികിലേക്ക് അതാ മുഖ്യമന്ത്രി വരുന്നു, മുഖ്യമന്ത്രി ധ്യാനിനെ തൊടുന്നു, ധ്യാൻ പ്രതികരിക്കുന്നില്ല. എന്തുകൊണ്ട് ധ്യാൻ പ്രതികരിക്കുന്നില്ല? ഒരുത്തൻ ചോദിച്ച ചോദ്യമാണ്. ഇതാണോ മുഖ്യധാര ചാനൽ, വാർത്താ ചാനലിന്റെ ജേർണലിസം? ധ്യാനിന് പ്രൈവസി ഇല്ലേ? അയാൾക്കൊന്ന് പൊട്ടിക്കരയണം എന്ന് തോന്നിയാൽ ഈ ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ അയാളെ കൊണ്ട് സാധിക്കുമോ? അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുമോ? ഈ ക്യാമറ കണ്ണുകൾ തുറന്നു വെച്ചിട്ട് ഈ വീട്ടിൽ നടക്കുന്ന വിഷയങ്ങൾ ഇതാണ് എന്ന് ജനങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമുക്കറിയാം, മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുന്നു, സത്യനന്ദിക്കാട് വരുന്നു, ദിലീപ് വരുന്നു, ഇവരൊക്കെ നമുക്കറിയുന്നതാണ്. ഇത് ഇന്ന ആൾ വരുന്നു, അങ്ങോട്ട് പോകുന്നു. ഇവര് ശരിക്കും പറഞ്ഞ ഒരു ഫുട്ബോൾ കമന്ററി പോലെയാണ്, ആസ്വദിച്ച് അങ്ങോട്ട് കമന്ററി അടിക്കുകയാണ്. ഇതൊക്കെയാണ് ഇവിടെ തിരുത്തപ്പെടേണ്ട കാര്യങ്ങളെന്നേ. ഒരു മനുഷ്യന് സ്വകാര്യതയുണ്ട്. മരിച്ച ആളുകൾക്ക് ബഹുമാനം കൊടുക്കണം. അവരുടെ കുടുംബാംഗങ്ങളോട് അല്പമെങ്കിലും അനുതാപത്തോടു കൂടി പെരുമാറണം. ഇത് മരണവീടിന്റെ ഉമ്മറത്ത് വെച്ച് ഈ ഭൗതിക ശരീരത്തിന് ഔപചാരികമായിട്ട് അല്ലെങ്കിൽ അന്തിമോപചാരം അർപ്പിച്ച് തിരിച്ചിറങ്ങി വരുന്ന ആളുകൾ അതിന് മുന്നിൽ വെച്ച് തന്നെ മൈക്ക് ഓടിക്കുകയാണ്. അണ്ട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ല, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല, അത് ഏതാണ്ട് അതേപോലെ ചോദിക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒരു സഹപ്രവർത്തകൻ മരിച്ചു കിടക്കുമ്പോൾ എന്താണ് പറയാനുണ്ടാവുക? അത് കൊടുത്തിട്ട് എന്താണ് ഈ സമൂഹത്തിന് കിട്ടുന്ന നേട്ടം? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ രണ്ടുപേരെ കുറിച്ചിട്ടാൽ പോരെ, ജനങ്ങൾക്ക് മനസ്സിലാവില്ലേ? ശ്രീനിവാസന്റെ മരണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു എന്ന രീതിയിൽ അങ്ങ് കൊടുത്താൽ മതി. ഇതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനോട് മാധ്യമങ്ങൾ ചെയ്തതൊരു കൊലച്ചതിയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അനാവശ്യമായി വേട്ടയാടാനുണ്ടായ കാരണമെന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. ആ സമയത്ത് LDF സർക്കാരിനെതിരെയുള്ള അഴിമതി കഥകൾ, സ്വർണ്ണക്കൊള്ള ഒന്നും ആരും ചർച്ച ചെയ്യരുത്. അതുകൊണ്ട് എന്ത് ചെയ്തു? മാധ്യമങ്ങൾ ഈ വിഷയം ഹൈലൈറ്റ് ചെയ്തു. അതിന് തുടക്കം നിന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഗൂഢാലോചന നിർവഹിച്ചത് ഒരു പ്രധാനപ്പെട്ട ചാനൽ അവതാരകനും മറ്റൊരു രണ്ട് CPM നേതാക്കളും അടങ്ങുന്ന ഒരു കോക്കസാണ്. ഇവരാണ് ഇന്ന വാർത്ത പ്ലേസ് ചെയ്യണമെന്ന് തീരുമാനിച്ച് CITU മാധ്യമ പ്രവർത്തകരെ ഉപയോഗിച്ച് ഇമാതിരി പണി കാണിച്ചു വെച്ചത് ആണെന്നേ. അത് അന്വേഷിക്കണം, അത് അന്വേഷണ വിധേയമാക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ച് നിയമപോരാട്ടം നടത്തുമ്പോൾ ഇതൊക്കെ കൂടി അന്വേഷിക്കാനുള്ള വഴിയുണ്ടാക്കണം. ഇതാണ് മാങ്കൂട്ടത്തിൽ അന്ന് വലിയ സംഭവമായിരുന്നു. മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, ഓടുന്നു, ചാടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്താ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടാത്ത? ആ കേസിൻ്റെ അന്നത്തെ അതേ സാഹചര്യം തന്നെ ഇപ്പോഴും ഉള്ളത്. അന്ന് അതേ സാഹചര്യം. ഹൈക്കോടതി നോട്ട് അറസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഒരു കേസിൽ ജില്ലാ കോടതിയും നോട്ട് അറസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, മുൻകൂർ ജാമ്യം കൊടുക്കുകയും ചെയ്തു. ആ രണ്ട് സാഹചര്യം അല്ലാതെ ഈ യുവതിയുടെ മൊഴി, യുവതിയുടെ പരാതി, അതൊക്കെ അതുപോലെ തന്നെയുണ്ട്. രണ്ടാമത്തെ കേസിലെ യുവതിയുടെ FIR, യുവതിയുടെ പരാതിയുടെ പേര് പുറത്തെടുത്ത FIR ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അപ്പം എന്താ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങി നടന്നാൽ കുഴപ്പമില്ലേ? ശരിക്കും മാധ്യമങ്ങളുടെ ആവശ്യം മറ്റെന്തോന്ന് പറഞ്ഞാൽ അവരുടെ അജണ്ട എന്ന് പറയുന്നത് അവരൊരാളെ ടാർഗറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു വിഷയം ടാർഗറ്റ് ചെയ്യുന്നു, ഒരു പ്രശ്നം എടുത്തിടുന്നു, അത് ചുമ്മാ എടുത്തിട്ട് അലക്കാണ്. യാഥാർത്ഥ്യവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, റിപ്പോർട്ടർ ചാനലിൽ നടത്തിയ മാധ്യമ വിചാരണ വെച്ച് ഈ പറയുന്ന ദിലീപ് ഒരു മരണം വരെ ജയിലിൽ കിടക്കേണ്ട ആളാണ്. തീർച്ചയായും ജീവപര്യന്തം ശിക്ഷ കിട്ടിയ അകത്ത്, അതും 1, 2, 3 എത്രത്തോളം ജീവപര്യന്തം കൊടുക്കുക അത്രയും കൊടുത്ത് ഇപ്പം തന്നെ പിടിച്ചകത്തിട്ട് ഇനി പുറലോകം പരോള് പോലും കൊടുക്കാതെ പിടിച്ചകത്തേണ്ട മുതലാണ് ദിലീപ്. റിപ്പോർട്ടർ ചാനലിൻ്റെ കണക്ക് പ്രകാരം അവർ ഇപ്പം പുറത്ത് അവർ നടത്തിയ വിചാരണയിൽ, അവർ നടത്തിയ വിധിയിലൊക്കെ അങ്ങനെയാണ്. പക്ഷേ കോടതിയിൽ വന്നപ്പോൾ നേരെ തിരിഞ്ഞു പോയില്ലേ? ഇതാണ് ഞാൻ പറയുന്നത്. ഈ മാധ്യമ വിചാരണ കൊണ്ട് ഇപ്പം ആർക്കും ഒരു ഗുണവുമില്ല. ആളുകൾ അത് വെറുതെ ഒരു തമാശയായിട്ട് കാണുകയാണ്.
ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് മാധ്യമങ്ങൾ ചർച്ച ചെയ്ത് ആ അതിജീവിതയായ പെൺകുട്ടിക്ക് നീതി എന്ന് പറഞ്ഞാൽ ആ മാധ്യമങ്ങൾ ഫോക്കസ് ചെയ്തൊന്നുമല്ല യാഥാർത്ഥ്യമെന്ന് കോടതി പറയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഈ മാധ്യമങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഇപ്പോൾ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ മാധ്യമങ്ങൾ പറഞ്ഞതൊന്നുമല്ല കോടതി പരിഗണിക്കുന്നത്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, മാധ്യമങ്ങൾ പറഞ്ഞ പോലെ സെക്ഷൽ പ്രെഡേറ്ററാണ്, ഇയാൾ പുറത്തിറങ്ങിയാൽ ഏത് പെൺകുട്ടികൾക്കും മോശമാണ്, ഇയാൾ മണ്ഡലത്തിലെ പെൺകുട്ടികളെ ദോഷകരമായി ബാധിക്കും എന്നൊക്കെയാണ് ഈ പറഞ്ഞ ചാനൽ അവതാരങ്ങൾ ഇരുന്ന് തള്ളിയത്. ഇപ്പോൾ കോടതിക്ക് ഇതൊന്നും ബോധ്യമില്ലേ? കോടതിക്ക് ഇതിന് സാമൂഹ്യ ബോധമുള്ള അല്ലെങ്കിൽ സമൂഹത്തെ ഏറ്റവും പ്രധാനമായി കാണുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ജുഡീഷ്യൽ സംവിധാനം. അതിൽ ഏറ്റവും പരമോന്നതമായ ഒരു പദവിയിലിരിക്കുന്ന ആളുകളാണ് ഈ ജഡ്ജിമാരെന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ മുന്നിലേക്ക് ഇത് വരുമ്പോൾ ഇവർക്ക് ഈ ധാരണയൊന്നുമില്ലേ? ഇപ്പം ഈ മാധ്യമങ്ങൾ നടത്തുന്ന ജഡ്ജ്മെന്റ് കാണുന്ന ഒരു മനുഷ്യൻ കോടതിയെ സംശയിക്കുകയാണ്, ഇപ്പോൾ ജുഡീഷ്യറിയെ സംശയിക്കുകയാണ്. ഇതാണ് ഇതിന്റെ പ്രശ്നം. ഇങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ ഒരാള് യഥാർത്ഥത്തിൽ കുറ്റവാളി അല്ലെങ്കിൽ പോലും അവന് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ലെന്നേ. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് എന്തൊക്കെയോ ന്യായങ്ങളുണ്ട് എന്ന് കോടതിക്ക് ബോധ്യം വന്നുകൊണ്ടാണല്ലോ വിശദമായ വാദം കേൾക്കാൻ വേണ്ടി ഈ കേസെടുത്ത് വെച്ചിരിക്കുന്നത്. അതുവരെ അറസ്റ്റ് ചെയ്യരുതെന്നും പറഞ്ഞു. അപ്പോൾ അത്രയും ഗൗരവതരമായൊരു വിഷയം രാഹുലിന് ഒരു നിമിഷം പോലും പുറത്തു നിർത്താൻ പാടില്ല, ഇപ്പോൾ പിടിച്ചകത്തിടണമെന്ന് പറഞ്ഞ മാധ്യമങ്ങൾ പറയുന്നതാണോ ഈ ജഡ്ജി പറയുന്നതാണോ ജനം ഏറ്റെടുക്കേണ്ടത് അല്ലെങ്കിൽ ജനം ഉൾക്കൊള്ളേണ്ടത്? സ്വാഭാവികമായും ജുഡീഷ്യറിയിൽ വിശ്വസിക്കുന്ന നമ്മളെല്ലാവരും ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതിനോടാണ് ചേർന്ന് നിൽക്കേണ്ടത്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കുന്നില്ല മാധ്യമങ്ങൾ. അവർ തന്നെ ഇരയെ കണ്ടെത്തി, അല്ലെ അവർ തന്നെ ഇര എന്ന് പറഞ്ഞാൽ ആരെയാണോ അടിക്കേണ്ടത് അയാളെ കണ്ടെത്തി, അവർ തന്നെ ഒരു ചാർജ് ഷീറ്റ് കൊടുത്ത്, അവർ തന്നെ വിചാരണ നടത്തി, അവർ തന്നെ ജയിലിൽ പിടിച്ചിരുന്ന പോലെ അയാളെ പൊതുസമൂഹത്തിൽ നാറ്റിക്കാവുന്ന പരമാവധി നാറ്റിക്കുകയാണ്. ഇനി നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റവിമുക്തനാണ് എന്ന് കോടതി കണ്ടെത്തിയാൽ ഈ പറഞ്ഞ ഇത്രയും കാലം നടത്തിയ ചർച്ചകൾ ഇവരെന്ത് ചെയ്യും? അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? ഇപ്പോൾ ദിലീപിൻ്റെ കേസിൽ എന്താ സംഭവിച്ചത്? നിലവിൽ ദിലീപിന് എന്താ പുറത്തിറങ്ങി നടക്കാൻ കുഴപ്പം? അദ്ദേഹത്തിന് എന്താ വിഷയം? ഈ കുറ്റം ചെയ്തിട്ടുണ്ട് അദ്ദേഹം എന്നുള്ളത് മാധ്യമങ്ങളല്ലേ പറയുന്നത്, വേറെ ആരെങ്കിലും പറയുന്നുണ്ടോ? വേറെ ആരാ പറയുന്നത്? കോടതി പറഞ്ഞിട്ടുണ്ടോ? അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പക്കൽ പോലും ഈ പറയുന്ന ദിലീപാണ് കുറ്റം ചെയ്തത് എന്ന് തെളിയിക്കുന്ന, അതായത് ഗൂഢാലോചന നടത്തിയ ദിലീപാണെന്ന് തെളിയിക്കാൻ ആവശ്യമായ രേഖകളില്ല, സർക്കാരിൻ്റെ പക്കലില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? കോടതിക്ക് ഈ മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് വിധി എഴുതാൻ പറ്റുമോ? ഇപ്പം നമ്പിനാരായണൻ കേസ് എന്തായിരുന്നു? നമ്പിനാരായണൻ ISRO ചാരക്കേസ്, മറിയ റഷീദ എന്ന് പറയുന്ന ഒരു ചാരസുന്ദരിയുമായിട്ട് നമ്പിനാരായണന് മറ്റേ ബന്ധമുണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് ഒരുപാട് രേഖകൾ ചോർത്തി കൊടുത്തു എന്നുള്ളതാണല്ലോ. അത് കരുണാകരനെ വീഴ്ത്താൻ വേണ്ടി കളിച്ച കളിയായിരുന്നു. ഇതേ സാധനമാണ് അന്ന് കളിച്ചത്. അപ്പോൾ ഇവിടെ മാധ്യമങ്ങളും എല്ലാം പുണ്യാളന്മാരാണ്, അവർ പറയുന്നതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങിക്കോളം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അറ്റ്ലീസ്റ്റ് മരണവീടുകളിലെങ്കിലും കുറച്ച് മര്യാദ ഈ മാധ്യമങ്ങൾ പുലർത്തണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് മാധ്യമങ്ങൾ ചെയ്തതൊരു കൊലച്ചതി തന്നെയാണ്. ഇപ്പോൾ അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ വേണ്ട, അന്ന് അവർക്ക് ആവശ്യത്തോളം വേണമായിരുന്നു. അതിന് കാരണമെന്ന് പറഞ്ഞാൽ അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ആളിക്കത്തിച്ചാൽ ചില രാഷ്ട്രീയ നേട്ടങ്ങൾ ഇവിടുത്തെ ഭരണകൂടത്തിലുണ്ടായിരുന്നു. ആ വിഷയം മറ്റു വിഷയങ്ങൾ ചർച്ചയാകാതെ വരുമായിരുന്നു. അതിനുവേണ്ടി രാഹുലിനെ പിന്തുടർന്ന് വേട്ടയാടുകയായിരുന്നു. ഇങ്ങനെയാണ് ഇവിടെ ഓരോ മാധ്യമങ്ങളും പുലർത്തുന്ന സംസ്കാരം, സമൂഹത്തോടുള്ള അവരുടെ കമ്മിറ്റ്മെൻ്റൊക്കെ ഇത്രയേ ഉള്ളൂ. ഈ യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കി പെരുമാറണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഒരു വാർത്താ ചാനലിൽ അത് വന്നല്ലോ, അതുകൊണ്ട് അയാൾ കുറ്റവാളിയാണല്ലോ എന്ന് പറയുന്ന പരിപാടി ജനങ്ങൾ അവസാനിപ്പിക്കണം. മാധ്യമങ്ങൾ അന്ധമായി വിശ്വസിച്ചാൽ അത് തെറ്റായ വിശ്വാസമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഓരോ മാധ്യമങ്ങൾക്കും ഓരോ അജണ്ടയുണ്ട്. ഓരോ മാധ്യമങ്ങളുടെയും മുതലാളിമാർ വ്യക്തി താല്പര്യമുള്ള ആളുകളാണ്. യഥാർത്ഥ മാധ്യമ പ്രവർത്തനമൊന്നുമല്ല ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ചന്തയിൽ ഇരുന്നുള്ള കൂക്കിവിളി പോലത്തെ ഈ മാർക്കറ്റിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ചേട്ടാ ഇങ്ങോട്ടോ എന്ന് പറയുന്ന പരിപാടിയില്ലേ, ഇതൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്ന വാർത്താ ചാനലുകൾ പ്രവർത്തിക്കട്ടെ, അതിന് വ്യൂവേഴ്സിൻ്റെ കാണട്ടെ, അതിലൊന്നും നമുക്കൊരു തടസ്സമില്ല. പക്ഷേ ഞങ്ങൾ പറയുന്നത് മുഴുവൻ ശരിയാണ്, ഞങ്ങൾ പറയുന്നത് മാത്രമേ വിശ്വസിക്കാവൂ, ഞങ്ങൾ പറയുന്നതാണ് ഈ കേസിൻ്റെ യാഥാർത്ഥ്യം എന്ന നിലയിൽ മാധ്യമങ്ങളുടെ തള്ളുകൾ ജനങ്ങൾ ഏറ്റെടുക്കരുത്. അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇരയോട് എന്തെങ്കിലും തരത്തിലുള്ള അനുഭാവം ഉണ്ടായിരുന്നുവെങ്കിൽ, ആ പെൺകുട്ടിക്ക് നീതി കിട്ടലാണ് ഇവരുടെ ലക്ഷ്യമെന്നുണ്ടായിരുന്നുവെങ്കിൽ ആ ഓഡിയോ ആ പെൺകുട്ടിയുടെ അറിവില്ലാതെ പുറത്തുവിടാൻ പാടില്ലായിരുന്നു. ആ കേസ് എടുത്തതിന് ശേഷവും പിന്നെയും ആ ഇരയെ അപമാനിക്കുന്ന വിധത്തിൽ ആ FIRലെ വിവരങ്ങൾ ഓരോന്നും പുറത്ത് പറഞ്ഞ് ചർച്ച നടത്താൻ പാടില്ലായിരുന്നു. അന്ന് അവരതൊക്കെ നടത്തിയത് അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയായിരുന്നു. ആ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആർക്കും മാങ്കൂട്ടത്തിലും വേണ്ട,
ഇരയ്ക്ക് നീതിയും വേണ്ട. പറഞ്ഞ ജനങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഇത് എന്താ ഉദ്ദേശിച്ചത്. അതെ, ഇരയ്ക്ക് നീതിയും വേണ്ട, അവർക്ക് ഈ വിഷയത്തിൽ ഇടപെടണ്ട, ഇനി ആരെന്ത് വേണേ ചെയ്തു എന്നുള്ള രീതിയാണ്. മനസ്സിലായില്ലേ? ഈ മാധ്യമങ്ങൾ തന്നെ പറഞ്ഞു ഒരുപാട് പെൺകുട്ടികൾ രാഹുലിന്റെ കെണിയിലുണ്ട്. എവിടെ? ഇതൊക്കെ ഓരോ അങ്ങ് തള്ളിവിടുകയാണ്. ഇതൊക്കെ ഇത് എവിടെ ചെന്ന് നിൽക്കുന്ന അറിയില്ല. ഇതിപ്പം നാളെ കേരളത്തില് മാധ്യമങ്ങൾക്ക് ഒരാളെ തീർക്കണമെന്ന് വിചാരിച്ചത്, അതായത് സാമൂഹ്യമായിട്ട് ഒരാളുടെ ഐഡന്റിറ്റി തകർത്ത് കളയണമെന്ന് വിചാരിച്ചാൽ അതിന് സാധിക്കും. ഉദാഹരണങ്ങളും ഉണ്ടല്ലോ നമ്മുടെ ഒരുപാടുണ്ട്. അതിപ്പോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാൻ പറയുന്നത് മാധ്യമങ്ങൾ ഒരാളെ പ്രതിയാണ് എന്ന് പറഞ്ഞ് അയാളുടെ പുറകെ വാളുമെടുത്ത് ഓടുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലോട് മാധ്യമങ്ങൾ ചെയ്ത കൊലച്ചതി, അതായത് ഈ അനാവശ്യ വേട്ട എന്നുള്ള കൊലച്ചതി ആയിരുന്നുവെന്ന് ജനങ്ങൾ തിരിച്ചറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.